വൈദ്യുതി പ്രതിസന്ധിയിൽ ന്യായീകരണവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് നിലവിൽ ലോഡ് ഷെഡിംഗ് ഇല്ല എന്നും വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ ട്രിപ്പാകുന്നതാണെന്നും മന്ത്രി പറയുന്നു. പരിസ്ഥിതി പ്രവർത്തകരെയാണ് മന്ത്രി അധിക്ഷേപിച്ചത്. സംസ്ഥാനത്ത് വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിൽ വൈദ്യുതി തടസ്സം നേരിടുമെന്നായിരുന്നു KSEB പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. എന്നാൽ ഇതെല്ലാം നിഷേധിക്കുന്നതാണ് വൈദ്യുതി മന്ത്രിയുടെ ഇപ്പോഴത്തെ ന്യായീകരണം. ഓവർലോഡ് വരുമ്പോഴുള്ള പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. വീടുകളിൽ വൈദ്യുതി ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. വീടുകളിൽ പാചകവാതക ലഭ്യത കുറഞ്ഞതും വൈദ്യുതി വാഹനങ്ങൾ കേരളത്തിൽ കൂടിയതും തിരിച്ചടിയായെന്നും മന്ത്രി. ഓവറായിട്ട് ഉപയോഗം വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്, അത്രയേ ഉള്ളൂ. ഇതൊക്കെ വരുമ്പോൾ ഓവറായിട്ട് വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്, പവർ കട്ടിംഗ് അല്ല, ട്രിപ്പാകുകയാണ്. ഇന്നു മുതൽ ട്രിപ്പിംഗ് ഉണ്ടാവില്ലെന്നും പുറത്തുനിന്ന് വൈദ്യുതി ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന നടപടി കമ്മീഷൻ വൈകിപ്പിച്ചുവെന്ന ആക്ഷേപത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തം കമ്മീഷനുണ്ടെന്നും മന്ത്രി പറഞ്ഞു വെച്ചു. കമ്മീഷനെതിരായ കാര്യങ്ങൾ പറയേണ്ട വേദിയിൽ പറയുമെന്നും മന്ത്രി ആവർത്തിച്ചു. ഇനിയും കൂടുതലായിട്ട് നമുക്ക് 250 മെഗാവാട്ട് കിട്ടിയില്ലെങ്കിൽ വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ചെയ്തത്. അത് ഇന്നലെ കിട്ടി. അതാണ് ആ പ്രശ്നം കഴിഞ്ഞത്. ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. വൈദ്യുതി വകുപ്പിന്റെ പല പദ്ധതികളും ഇല്ലാതായതിന് പിന്നിൽ പരിസ്ഥിതി പ്രവർത്തകരാണെന്നും മന്ത്രി പറഞ്ഞു. മാധ്യമങ്ങളെ പഴിചാരിയായിരുന്നു മന്ത്രി ഈ വിമർശനം നടത്തിയത്. മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു പറഞ്ഞ ആ പ്രോജക്റ്റിനെ 2 പരിസ്ഥിതിവാദികൾ പറഞ്ഞു, നിങ്ങളതിനെ വലിയ രീതിയിൽ ചർച്ചയാക്കി ആ പ്രോജക്റ്റ് നിർത്തേണ്ടി. അതേസമയം നടപടി വൈകിയത് സംബന്ധിച്ച ചോദ്യങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് ചോദിക്കണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. KSEBയും റെഗുലേറ്ററി കമ്മീഷനും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിനിടെ ഇന്ന് മന്ത്രി കമ്മീഷൻ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പുറത്തുനിന്നും 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. അതേസമയം പ്രതിസന്ധിക്കിടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് എങ്ങും വെളിച്ചം വന്ന ബുക്ക്ലെറ്റ് വൈദ്യുതി വകുപ്പ് പുറത്തിറക്കുകയും ചെയ്തു. ജനം, തിരുവനന്തപുരം.